ഹായ് ഓൾ, KS ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിലെ കുറച്ച് കൺസെപ്റ്റ്സും അത് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവർക്കും അറിയാമായിരിക്കും, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഏതാ? ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് അല്ലേ? ഇവ തമ്മിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഇതിൽ നിന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇക്വേഷൻസും കൂടെ പറയുക. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ആൻഡ് ടൈം വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, അതിൽ നിന്ന് മറ്റേ രണ്ട് ഇക്വേഷനും കൂടെ പഠിക്കുക. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ആൻഡ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്നാൽ അതിൻ്റെ യൂണിറ്റുകളെല്ലാം അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ ഡിസ്റ്റൻസ് ഏതൊക്കെ യൂണിറ്റ്സിലാണ് പറയാറ്? നമ്മൾ കിലോമീറ്ററിൽ പറയും, മീറ്ററിൽ പറയും അല്ലേ? അപ്പം നമുക്ക് ആ ഒരു യൂണിറ്റ് കൺവേർഷൻസ് കൂടെ അറിയണം. 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ അല്ലേ? ഇത് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് അറിഞ്ഞിരിക്കണം. 1 മീറ്റർ ഈക്വൽ ടു 1/1000 കിലോമീറ്റർ. നമുക്ക് മീറ്ററിനെ കിലോമീറ്ററിലേക്കൊക്കെ മാറ്റേണ്ട ആവശ്യങ്ങൾ വരും അല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇത് 1 കിലോമീറ്റർ 1000 മീറ്റർ, അത് തിരിച്ചു പറയുന്നു അല്ലേ? 1 മീറ്റർ ഈക്വൽ ടു 1/1000 കിലോമീറ്റർ. ഇനി ടൈം ഏതൊക്കെ യൂണിറ്റ്സിൽ നമ്മൾ പറയാറുള്ളത്? അവറിൽ പറയാറുണ്ട്, പിന്നെ മിനിറ്റിൽ പറയാറുണ്ട്, സെക്കൻഡിൽ പറയാറുണ്ട് അല്ലേ? 1 അവർ ഈക്വൽ ടു എത്ര മിനിറ്റ്സാ? 60 മിനിറ്റ്സ്. അതേപോലെ തന്നെ 1 മിനിറ്റ് ഈക്വൽ ടു എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുപോലെയുള്ള യൂണിറ്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി സ്പീഡ് ഏതൊക്കെ യൂണിറ്റ്സിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്? കിലോമീറ്റർ പെർ അവറിലും നമ്മൾ പറയാറുണ്ട്, അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഈ രണ്ട് യൂണിറ്റ്സിലായിരിക്കും, കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും. ആ ഒരു യൂണിറ്റ് കൺവേർഷൻ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനും അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? 5/18 എന്തായാലും ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചെറുതിലോട്ട് മാറ്റാനായിട്ട് ചെറിയ നമ്പർ മേളിൽ വരണം. ഇനി വലുതിലോട്ട് മാറ്റാനായിട്ട് വലിയ നമ്പർ മേളിൽ വരണം. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പം അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് ഇപ്പം 54 കിലോമീറ്റർ പെർ അവർ, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 54 × 5/18. ക്ലിയർ ആണോ? സോ 18 × 3 ആണ് 54 അല്ലേ? സോ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് ട്രെയിൻ പ്രോബ്ലം ഇല്ല, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ തന്നെ ഉള്ളതാണ് ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് വരുന്ന ടോപ്പിക് അല്ലേ? അതിനകത്തും അതേപോലെ തന്നെ ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കോൺസ്റ്റന്റ് ആണ്. 1 കിലോമീറ്റർ, 2 പേരുണ്ട്, 1 കിലോമീറ്റർ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യണം 2 പേർക്കും. ഒരാളുടെ സ്പീഡ് കൂടുക, അതായത് എയും ബിയും എന്ന് വിചാരിക്കുക. എയുടെ സ്പീഡ് കൂടിയാൽ അയാൾക്ക് ടൈം കുറവ് മതി അല്ലേ? ഇനി ബിയുടെ സ്പീഡ് കുറവാണെങ്കിൽ അയാൾക്ക് ടൈം കൂടുതൽ വേണം. ആ ഒരു 1 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന റിലേഷനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് ഇങ്ങനെ പറയാം, S1/S2 വിൽ ബി ഈക്വൽ ടു T2/T1 അല്ലേ? അതായത് അവരുടെ റേഷ്യോ, S1ന്റെ S2ന്റെ റേഷ്യോ ഇൻവേഴ്സ് ആണ് ടൈമിന്റെ റേഷ്യോ, അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് സ്പീഡിന്റെ റേഷ്യോ. ഇനി നമുക്ക് ഇങ്ങനെ പറയാം, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ S1T1 ഈക്വൽ ടു S2T2. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് 3 റിലേഷനിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അതായത് സ്പീഡിന്റെ സ്പീഡ് ഓഫ് എ ഈസ് ടു സ്പീഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ബി ആണെങ്കിൽ ടൈം ഓഫ് എ ഈസ് ടു ടൈം ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
തിരിച്ചിട്ടാൽ മതി. B:A ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി S1 T1 = S2 T2 അത് പറഞ്ഞിരിക്കുക. അത് ഇതെല്ലാം ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. ഓക്കെ, ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ ആണോ? പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് എ ബസ് ഈസ് 72 km/h. അതായത് സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h. ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബസ് ഇൻ 5 seconds. 5 സെക്കൻഡ്സിൽ ആ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്. എപ്പോഴും നിങ്ങൾ യൂണിറ്റുകൾ ശ്രദ്ധിച്ചോണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ്. നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് km/h, ടൈം സെക്കൻഡിൽ. നമുക്ക് വേണ്ട ഡിസ്റ്റൻസോ മീറ്ററിൽ അല്ലേ? അപ്പൊ ഏതാ മാറ്റാൻ എളുപ്പം? ഏതാ ചെയ്യേണ്ടത്? നോക്കിയേ, സ്പീഡ് അല്ലെ? സ്പീഡ് എന്നുള്ളത് 72 km/h എന്തിലേക്ക് മാറ്റണം? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. ക്ലിയർ ആണോ? ഇൻറ്റു 5 അല്ലെ? ഇത് മീറ്റർ/സെക്കൻഡ് ആയി, ഇത് സെക്കൻഡ് ആയി. അപ്പൊ നമുക്ക് മീറ്ററിൽ ഡിസ്റ്റൻസും കിട്ടും. ക്ലിയർ ആണോ? സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, ഇത് 18 കട്ട് ചെയ്താൽ ഇവിടെ 4, ദാറ്റ് ഈസ് 20 × 5, ദാറ്റ് ഈസ് 100 അല്ലെ? 100 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ ട്രാവലിംഗ് at a speed of 40 km/h can complete a journey in 9 hours. How long will it take to travel the same distance at 60 km/h? ഒരു കാർ 40 km/h ട്രാവൽ ചെയ്യുന്ന ഒരു കാറ് ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ 9 hours എടുക്കും അല്ലെ? അപ്പൊ സ്പീഡ് വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ്? അതേ ഡിസ്റ്റൻസ് തന്നെ 60 km/h പോയാൽ എത്ര ടൈം എടുക്കും അല്ലെ? 2 തവണ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാം ഒന്നിൽ. അല്ലെങ്കിൽ ഒറ്റ തവണ. നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എഴുതാം S1 T1 = S2 T2. അതായത് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നു അല്ലെ? ഇക്വേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. S1 എന്താ? 40, T1 എന്താ? 9, S2 എന്താ? 60, T2 കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് T2 will be equal to 40 × 9/60. കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 3, ഈ 3യും 9 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി. 2 × 3 6 hours. ഓക്കെ അല്ലേ? രണ്ടായിട്ടൊന്ന് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഒറ്റ ഇക്വേഷൻ ഇത് പഠിച്ചു വെച്ചേക്കുക. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ S1 T1 = S2 T2. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ വാക്കിംഗ് 3/4 of his usual speed, a man reaches office 15 minutes late than usual. What is his usual time? ഒരാള് 3/5 അയാളുടെ യൂഷ്വൽ സ്പീഡിന്റെ 3/4 സ്പീഡിൽ പോയാൽ അയാൾ 15 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും ഓഫീസിൽ എത്തുന്നത് അല്ലെ? യൂഷ്വലി എത്തുന്നതിനെക്കാട്ടിലും 15 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത്. വാട്ട് ഈസ് ഹിസ് യൂഷ്വൽ ടൈം? എങ്കിൽ അയാളുടെ യൂഷ്വൽ ടൈം എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ കൂട്ട് തന്നെയാണ്. എന്ത് കണ്ടീഷനാണ്? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്കറിയാം S1 T1 = S2 T2 അല്ലെ? ഇവിടുന്ന് ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെ? അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് യൂഷ്വലി അയാൾ പോകുന്ന ഒരു സ്പീഡും ടൈമും പറയുന്നു. പിന്നെ ഒരു ചെറിയ മാറ്റം, സ്പീഡിൽ ഒരു ചെറിയ മാറ്റം വന്നപ്പോൾ അതിൽ വരുന്ന ടൈമിന്റെ മാറ്റവും പറയുന്നു അല്ലെ? ഡിസ്റ്റൻസ് അവിടെ സെയിം ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി അയാൾ പോകുന്ന സ്പീഡ് S ആണെന്നും യൂഷ്വലി അയാൾ അവിടെ ഓഫീസിൽ എത്തുന്ന ടൈം T ആണെന്നും ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. എങ്കിൽ അയാളുടെ സ്പീഡിൽ വന്ന മാറ്റം എന്താ? അയാൾ 3/4 യൂഷ്വൽ സ്പീഡിൽ പോയാൽ ദാറ്റ് മീൻസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3/4 S ആയി. ടൈമിന് എന്ത് മാറ്റം വന്നു? 15 മിനിറ്റ് ലേറ്റ് ആയി അല്ലെ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നോക്കി. 15 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? T-15 എന്നാണോ T+15 എന്നാണോ? ചിലർക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് ഓഫീസിൽ 10 മണിയാകുമ്പോൾ എത്തണം. ഞാൻ 15 മിനിറ്റ് ലേറ്റ് ആയി എന്ന് വെച്ചാൽ ഞാൻ എത്ര മണിക്കായിരിക്കും എത്തിയത്? 10:15 എത്തി അല്ലെ? ദാറ്റ് ഈസ് 10+. ക്ലിയർ ആണോ? അപ്പൊ ലേറ്റ് ആയി എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? T+15 അല്ലെ? പെട്ടെന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ തോന്നും, അത് ഓർത്തോണം. ലേറ്റ് ആയി എന്ന് വെച്ചാൽ യൂഷ്വൽ ടൈം T ആണ്. 15 മിനിറ്റ് ലേറ്റ് ആയെങ്കിൽ T+15 ആണ് പുതിയ ടൈം. ഇനി ഞാൻ 15 മിനിറ്റ് നേരത്തെ എത്തി അല്ലെങ്കിൽ ഏർലി എത്തി എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് ഞാൻ എത്തിക്കാണും? 9:45 എത്തി കാണും അല്ലെ? 10 മൈനസ് ചെയ്യണം അല്ലെ? ഏർലി എന്ന് പറഞ്ഞാൽ
ടി മൈനസ് 15 ചെയ്യണം. ക്ലിയർ ആണോ? ഇത് മറന്നു പോകരുത്. അപ്പൊ ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 15 അല്ലെങ്കിൽ 15, അതെന്താണോ സമയം തന്നിരിക്കുന്നത് അതെടുക്കുക. ഓക്കെ, ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്ലസ് ചെയ്യുക, ഏർലി എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മളുടെ ഇവിടുത്തെ കേസിൽ എന്താ, അയാള് 3/4 സ്പീഡിൽ പോയാൽ 15 മിനിറ്റ് ലേറ്റ് ആകും. ദാറ്റ് മീൻസ് ടി പ്ലസ് 15. ക്ലിയർ ആണോ? ഇനി നമുക്ക് സോൾവ് ചെയ്താൽ പോരായോ? ഈ എസും ഈ എസും കട്ട് ചെയ്യാവല്ലോ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4t വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഇതിങ്ങനെ കയറ്റുമ്പോൾ 3t പ്ലസ് 3 ഇൻറ്റു 15 45. ഇനി ടി ഒരിടത്ത് കൊണ്ടുവന്നാൽ 40 മൈനസ് 3t, ടി വിൽ ബി ഈക്വൽ ടു 45 മിനിറ്റ്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 45 മിനിറ്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഈ ഒരു ലേറ്റ് ഏർലി കൺസെപ്റ്റ് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a man increases his speed by 1/4 of his usual speed, he reaches office 10 minutes earlier. Find the usual time. നേരത്തെ പോലെ തന്നെ ഇവിടെ മാന്റെ സ്പീഡ് എന്താണ്? ഇൻക്രീസസ് ബൈ 1/4 അല്ലെ, ഇൻക്രീസസ് ബൈ 1/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ്സ് ഏർലി എത്തും. ഓക്കെ, യൂഷ്വൽ ടൈം എസും യൂഷ്വൽ സ്പീഡ് എസും യൂഷ്വൽ ടൈം ടി എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ പുതിയ സ്പീഡ് എന്താണ്? 1/4 എസ് ആണോ? ശ്രദ്ധിച്ചോണം, ഇൻക്രീസസ് ബൈ 1/4. യൂഷ്വൽ സ്പീഡ് എസ് ആണെങ്കിൽ എസിന്റെ കൂടെ എസിന്റെ 1/4 എത്രയാണോ അത്രയും കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇൻക്രീസസ് ഹിസ് സ്പീഡ് ബൈ 1/4. എസ് ആയിരുന്നു യൂഷ്വൽ സ്പീഡ്, അതിന്റെ കൂടെ അതിന്റെ 1/4 കൂടെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. സോ എസ് പ്ലസ് 1/4 എസ് എന്ന് പറയുമ്പോൾ 4s പ്ലസ് എസ് ബൈ 4, ദാറ്റ് ഈസ് 5s/4. അപ്പൊ 5/4 എസ് ആണ് പുതിയ സ്പീഡ്. ടൈമോ 10 മിനിറ്റ്സ് ഏർലിയർ അല്ലെ. സോ ടി മൈനസ് 10. ഓക്കെ അല്ലേ? നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. എസ് എസും കട്ട് ചെയ്ത് കളയാം. ദെൻ 4t വിൽ ബി ഈക്വൽ ടു 5t minus 50. 5t minus 4t equal to 50. That is t will be equal to 50 minutes. ക്ലിയർ അല്ലേ? നേരത്തെ പോലെ തന്നെ ആ പറയുന്ന ഈ ഒരു മാറ്റങ്ങളൊക്കെ ആ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. After every kilometer, he take rest for 5 minutes. How much time will he take to cover a distance of 5 km? ഒരാള് 10 km/h പോകുന്നു. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും 5 മിനിറ്റ്സ് അയാൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഒക്കെ എത്ര സമയം എടുക്കും? ക്ലിയർ ആണോ? അതായത് അയാളുടെ സ്പീഡ് എന്താണ്? 10 km/h. After every kilometer, he take rest for 5 minutes. How much time will he take to cover a distance of 5 km? അയാൾക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 5 km അല്ലെ. അയാൾ റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ലായിരുന്നെങ്കിൽ അയാൾ എത്ര ടൈം എടുക്കുമായിരുന്നു അവിടെ ചെല്ലാൻ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദാറ്റ് ഈസ് 5/10, ദാറ്റ് ഈസ് 1/2 അവർ, ദാറ്റ് ഈസ് 30 മിനിറ്റ് അല്ലെ. റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ അയാൾ 30 മിനിറ്റ്സിൽ എത്തുമായിരുന്നു. ഇനി എത്ര നേരം അയാൾ റെസ്റ്റ് എടുക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആഫ്റ്റർ എവറി കിലോമീറ്റർ ഹി ടേക്ക് റെസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. ഓരോ കിലോമീറ്റർ അല്ലെ, അയാൾക്ക് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ അയാൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ എത്ര തവണയാണ് റെസ്റ്റ് എടുത്തത്? ആർക്കെങ്കിലും 5 എന്ന് പറയാൻ തോന്നിയോ? 5 ആണോ 4 ആണോ? പെട്ടെന്ന് നമ്മൾ 5 എന്ന് പറയും അല്ലെ. ശ്രദ്ധിക്കാം, ഈ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. 1 കിലോമീറ്റർ, ഇതൊരു 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെ ഓരോ 1 കിലോമീറ്റർ കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുന്നു അല്ലെ. ഇവിടുന്ന് ഇയാൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു റെസ്റ്റ് എടുത്തു. അടുത്തത് ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു റെസ്റ്റ് എടുത്തു. വീണ്ടും 1 കിലോമീറ്റർ റെസ്റ്റ്, വീണ്ടും ഒരു 1 കിലോമീറ്റർ റെസ്റ്റ്, വീണ്ടും ഒരു 1 കിലോമീറ്റർ. ഇത് റെസ്റ്റ് എടുക്കാനായിട്ടാണോ നിർത്തിയത്? അല്ല, അയാളുടെ ജേർണി, ഈ ഒരു 5 കിലോമീറ്റർ എന്നുള്ള അയാളുടെ ജേർണി തീർന്നു അല്ലെ. അപ്പൊ എത്ര തവണയാണ് റെസ്റ്റ് എടുത്തത്? 4 ടൈംസ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 കിലോമീറ്റർ ആണ് പറഞ്ഞത് അല്ലെ. 5ല്
അതായത് 5 കിലോമീറ്ററിൽ എത്ര ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴെന്നാ പറഞ്ഞല്ലേ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ. അപ്പോൾ 5 കിലോമീറ്ററിൽ എത്ര 1 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക, -1 ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയുകയാണ്, ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഓരോ 5 കിലോമീറ്റർ കഴിയുമ്പോഴും അയാൾ റെസ്റ്റ് എടുക്കും. ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരാൾക്ക് ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഓരോ 5 കിലോമീറ്റർ കഴിയുമ്പോഴും അയാൾ റെസ്റ്റ് എടുക്കും. എങ്കിൽ എത്ര തവണ റെസ്റ്റ് എടുത്തു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 5 അല്ലെങ്കിൽ 50 കിലോമീറ്ററിൽ എത്ര 5 ഉണ്ടെന്ന് നമ്മൾ നോക്കുക. എത്ര 5 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. എത്ര എണ്ണം ഉണ്ട്? 10 ഉണ്ട് അല്ലെ. -1 ചെയ്യുന്നതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? ഇതേപോലെ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയത്തില്ലേ, ട്രീകൾ. അതെങ്കിൽ ഇത്രയും പോസ്റ്റ് 1 2 3 4 5 പോസ്റ്റ് ഉണ്ട്. ആ ഓരോ പോസ്റ്റിന്റെ ഇടയിൽ 1 മീറ്റർ ആണ് അകലം. എങ്കിൽ ഇത്രയും പോസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇത് 5 എണ്ണം ഉണ്ടെങ്കിൽ 5 × 1 എന്നാണ് എടുക്കേണ്ടത്. അല്ലേ? നോക്കിയേ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലെ. ആ എത്ര എണ്ണം ഉണ്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ഡിസ്റ്റൻസ് അറിയാൻ. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 5 കിലോമീറ്ററിൽ എത്ര 1 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ദാറ്റ് മീൻസ് 5. അതിൽ നിന്ന് ഒന്നും കൂടെ കുറയ്ക്കുക. ചെറുതായിട്ട് നമുക്കിത് വരച്ച് നോക്കാൻ പറ്റും അല്ലെ. വലുതാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. 50, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, ഒരാൾക്ക് ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഓരോ 5 കിലോമീറ്റർ കഴിയുമ്പോൾ അയാൾ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 50ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. ആൻസർ ആയി. ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എത്ര തവണയാണ് റെസ്റ്റ്? 4 ടൈംസ് ആണ് റെസ്റ്റ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അയാൾക്ക് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഓരോ 1 കിലോമീറ്റർ കഴിയുമ്പോഴും റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ 4 ടൈംസ് റെസ്റ്റ് ഉണ്ട്. ഓരോ റെസ്റ്റും എത്ര നേരമാ? 5 മിനിറ്റ്സ് വെച്ചിട്ടാണ് റെസ്റ്റ് എടുക്കുന്നത്. സോ ടോട്ടൽ നമുക്ക് എന്ത് പറയാം? 4 × 5 20 മിനിറ്റ്സ് മൊത്തത്തിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. റെസ്റ്റ് ഒന്നും ഇല്ലാതെ പോയാൽ 30 മിനിറ്റ് എടുക്കും. അതിന്റെ കൂടെ 20 മിനിറ്റും കൂടെ അയാൾ റെസ്റ്റ് എടുത്തു അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയായി? 50 മിനിറ്റ്. ക്ലിയർ ആണോ? ആൻസർ വന്നിട്ട് ഏതാണ്? 50 മിനിറ്റ് ഓപ്ഷൻ. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ റെസ്റ്റിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണല്ലോ. എത്ര അതായത് ഓരോ ആ ഒരു ഗ്യാപ്പ് അത് എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം നോക്കുക, ദെൻ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ക്ലിയർ അല്ലേ? Next question. Two towns A and B are 160 km apart. A bus starts from A to B at 7 a.m. at a speed of 50 km per hour. Another bus starts from B to A at 7 a.m. at a speed of 30 km per hour. Find the time of their meeting. ശ്രദ്ധിക്കുക, 2 ടൗൺ ഉണ്ട്, എയും ബിയും. അവർ എത്ര കിലോമീറ്റർ അപ്പാർട്ടാണ്? 160 കിലോമീറ്റർ അപ്പാർട്ടാണ് അല്ലെ. അവർ തമ്മിൽ 160 കിലോമീറ്റർ ആണ് അകലം. എയിൽ നിന്ന് ഒരു ബസ് 7 AM ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഞാൻ ഇതിനെ ബസ് 1 എന്ന് പറയുന്നത്. ഏത് സ്പീഡിലാ? 50 കിലോമീറ്റർ പെർ അവറിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. മറ്റൊരു ബസ് ബിയിൽ നിന്ന് അതേ ടൈമിൽ 7 AM തന്നെ രണ്ടാമത്തെ ബസ് 7 AM തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ. എങ്കിൽ ഫൈൻഡ് ദ ടൈം ഓഫ് ദർ മീറ്റിംഗ്. അവർ എത്ര മണിക്കാണ് മീറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 7 മണിക്ക് രണ്ടുപേരും ഇറങ്ങി, എത്ര മണിക്കാണ് അവർ മീറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ ചെയ്യാം? ആദ്യം ഇത് ഞാൻ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് വേഗം ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ട് അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അപ്പൊ ഇതേപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവര് എ ബി എന്ന് പറഞ്ഞ 2 ടൗൺ ആണ്. ദേ ആർ 160 കിലോമീറ്റർ അപ്പാർട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവർ ഏകദേശം ഇവിടെ വെച്ച് മീറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാം. എം എന്ന് പറഞ്ഞപ്പോൾ അല്ലെ, ജസ്റ്റ് മിഡിൽ അല്ല, കാരണം ഇയാൾക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഇയാൾ കുറച്ചും കൂടി ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാക്കുക. ഏകദേശം എം എന്ന് പറഞ്ഞൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ബസ് എയിൽ നിന്ന് എം വരെ വരാൻ ടി ടൈമാണ് എടുത്തതെങ്കിൽ ബിയിൽ നിന്ന് എം വരെ വരാൻ എത്ര ടൈം എടുക്കും? ഒന്ന് ആലോചിച്ചേ, എത്ര ടൈം ആയിരിക്കും? ആൻസർ ഒന്ന് മനസ്സിലാലോചിച്ചേ. എയിൽ നിന്ന് എം വരെ വരാൻ ടി ടൈമാണ് എടുക്കുന്നതെങ്കിൽ ബിയിൽ നിന്ന് എം വരെ വരാൻ എത്ര ടൈം എടുക്കും? അതേ ടി ടൈം തന്നെയായിരിക്കും എടുക്കുന്നത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് ഇപ്പൊ ഞാൻ പറയും, ഇവിടുന്ന് 7 മണിയായപ്പോൾ ഇറങ്ങി അല്ലെ. ഇവിടുന്ന് 7 മണിയായപ്പോൾ ഇറങ്ങി. ഞാൻ പറയും 7:05 അവർ കണ്ടുമുട്ടി. മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർ കണ്ടുമുട്ടി അല്ലെ. ഒരേ സമയം ഇറങ്ങി
അവർ കണ്ടുമുട്ടി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ 7:05 ഇവിടുന്ന് ഇവിടെ വരെ വരാൻ 5 മിനിറ്റും ഇവിടുന്ന് ഇവിടെ വരാൻ 5 മിനിറ്റും എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ സെയിം, അതായത് സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം സെയിം ആയിരിക്കും. ആ കൺസെപ്റ്റ് മറക്കരുത്. സോ എയിൽ നിന്ന് എം വരെ വരാനുള്ള ടൈം ടി ആണെങ്കിൽ ബിയിൽ നിന്ന് എം വരെ വരാനുള്ള ടൈമും ടി തന്നെയായിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുവാണ് ദ ഡിസ്റ്റൻസ് എ എം പ്ലസ് ഡിസ്റ്റൻസ് ബി എം എന്താ, ദിസ് 160 കിലോമീറ്റർ അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ അത്. ഓക്കെ, എ എം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ സ്പീഡ് എത്രയാണ്? 50 ഇൻറ്റു ടൈം എന്താണ്? ടി പ്ലസ് ബി എം ഡിസ്റ്റൻസ് ബി എമ്മിന്റെ സ്പീഡ് 30, ടൈം ടി തന്നെ. സോ 30t will be equal to 160. ഓക്കെ ആണോ? സോ 80t equal to 160. That is t will be equal to 160 by 80, that is 2 hour. അതായത് 7 AM സ്റ്റാർട്ട് ചെയ്ത് 2 hours കഴിയുമ്പോൾ അവർ മീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എത്ര മണിക്കാണ്? 7 AM ഇറങ്ങി 2 hours കഴിയാന്ന് വെച്ചാൽ 9 AM ആയപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ മീറ്റിംഗ് ടൈം ചെയ്യാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് തന്നെ, ഇതേ കൺസെപ്റ്റ് തന്നെ ഇത്ര എഴുതാതെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു പ്രത്യേകതയുണ്ട്, സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്തതായിരിക്കണം. സെയിം ടൈമിനാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇൻഡിക്കേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ആ രണ്ടുപേര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. രണ്ട് സ്പീഡുകൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് പറയാം അല്ലെ. റിലേറ്റീവ് സ്പീഡ് പറയുമ്പോൾ എങ്ങനെയാ? അതാണ്ട് S1 S2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2 ആൻഡ് സെയിം ഡയറക്ഷൻ S1ഉം S2 സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 മൈനസ് S2. ക്ലിയർ ആണോ? ഞാൻ മറ്റൊരു പെന്നിൽ എഴുതാം. ശ്രദ്ധിക്കുക, S1 മൈനസ് S2ഉം S1 പ്ലസ് S2 അല്ലെ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2ഉം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 മൈനസ് S2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2. മറന്നു പോകരുത്. അപ്പം മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ടി വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്താണ്? 160. അവർ തമ്മിലുള്ള അകലം 160 ബൈ റിലേറ്റീവ് സ്പീഡ്. ഇവിടുത്തെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. ഒരാൾ 50 ഇങ്ങോട്ട്, ഒരാൾ 30 ഇങ്ങോട്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് പ്ലസ് 50 പ്ലസ് 30, that is 160 by 80, that is 2 hour. ക്ലിയർ അല്ലേ? അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇത് കിട്ടി. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ, മീറ്റിംഗ് ടൈം എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് 2 hour എന്നിട്ട് 7 AM സ്റ്റാർട്ട് ചെയ്തു. 2 hour കഴിഞ്ഞ് എത്തി എന്ന് പറഞ്ഞപ്പോൾ എത്ര മണിക്കായിരിക്കും എത്തിയത്? 9 AM ആയപ്പോൾ അവരെത്തി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇടുന്നത്. സെയിം ടൈം അല്ലെങ്കിൽ നമ്മൾ സെയിം ടൈം ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A and B are two stations 290 km apart. A bus starts from A at 7 AM and travels towards B at 50 km per hour. Another bus starts from B at 8 AM and travels towards A at 30 km per hour. At what time do they meet? നേരത്തെ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതായത് എന്താ? സെയിം ടൈമിനല്ല സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ. അതായത് എയും ബിയും രണ്ട് ടൗൺ ആണ്. അവർ എന്താണ്? 290 കിലോമീറ്റർ എപ്പാർട്ടായിട്ടുള്ള ടൗൺ അല്ലേ. ഒരു ബസ് എയിൽ നിന്ന് 7 AM ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ട്രാവൽ ടുവേർഡ്സ് ബി അറ്റ് 50 കിലോമീറ്റർ പെർ അവർ. അനദർ ബസ് സ്റ്റാർട്ട്സ് ഫ്രം ബി at 8 AM. ഇവിടെ 7 AM സ്റ്റാർട്ട് ചെയ്തത്, ഇത് 8 AM ആയപ്പോഴേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. സ്പീഡ് 30 കിലോമീറ്റർ പെർ അവറിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു എങ്കിൽ അറ്റ് വാട്ട് ടൈം ഡു ദേ മീറ്റ് അല്ലേ. അപ്പൊ സെയിം ടൈമിലല്ല, നമുക്ക് രണ്ട് ഷോർട്ട് കട്ടിലും നമുക്ക് ചെയ്യാം, നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം. നോക്കിയേ, ഇത് എ, ഇത് ബി. ഏകദേശം നമ്മൾ പറയുന്നു എം എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് മീറ്റ് ചെയ്തത്. എയിൽ നിന്ന് എം വരെ വരാനുള്ള ടൈം ടി ആണെങ്കിൽ ബിയിൽ നിന്ന് എം വരെ വരാനുള്ള ടൈം എന്തായിരിക്കും? സെയിം ടൈമിനാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഈ സെയിം ടൈം ആയിരിക്കും അല്ലെ. 7 AM ഇവിടുന്ന് ഇറങ്ങിയത്, ഇവിടുന്ന് ഇവിടെ വരാൻ ടി ടൈം എടുത്തു.
8 AM സ്റ്റാർട്ട് ചെയ്ത ആള് എന്തായിരിക്കും? ഇയാളെക്കാട്ടി 1 മണിക്കൂർ കുറവായിരിക്കും അല്ലേ? 1 മണിക്കൂർ കുറച്ചല്ലേ അയാൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ t-1. ക്ലിയർ ആണോ? എയിൽ നിന്ന് എം വരെ വരാൻ t ടൈം എടുത്തെങ്കിൽ ബിയിൽ നിന്ന് എം വരെ വരാൻ t-1 ടൈം ആയിരിക്കും എടുത്തത്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. am പ്ലസ് bm ഈക്വൽ ടു എന്താ വരും? 290 അല്ലെ? തമ്മിൽ 290 കിലോമീറ്റർ ഉണ്ട്. സോ am എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു ടി പ്ലസ് bm എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു t-1. 30 ഇൻറ്റു t-1 ഈക്വൽ ടു 290. സോൾവ് ചെയ്താൽ ആൻസർ ആവത്തില്ലേ? 50t പ്ലസ് 30t മൈനസ് 30 ഈക്വൽ ടു 290. That is 80t will be equal to 290 plus 30, that is 320 അല്ലെ? 80t will be equal to 320, that is t will be equal to 320 by 80, that is 4 hours. അതായത് 7 AM സ്റ്റാർട്ട് ചെയ്ത് 4 hours കഴിഞ്ഞാണ് മീറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് 11 AM. ക്ലിയർ ആണോ? 11 AM ആയപ്പോഴാണ് മീറ്റ് ചെയ്തത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ആ ഷോർട്ട് കട്ടിലൂടെ ഒന്ന് ചെയ്യാം. ഷോർട്ട് കട്ടിൽ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സെയിം ടൈമിന് സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മൾ ആ ഷോർട്ട് കട്ട് എടുക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്താ സെയിം ടൈം ആക്കാം. അതായത് ഇവിടെ എ, ഇത് ബി അല്ലെ? ഇവിടുന്ന് 7 AM ആയപ്പോൾ ഇറങ്ങി അല്ലെ? ഇവിടുന്ന് പക്ഷെ 8 AM ആയപ്പോഴേ ഇറങ്ങിയത്. ഈ 7 AM തൊട്ട് 8 AM വരെ, ഓക്കെ, 8 AM ആയപ്പം എത്ര കിലോമീറ്റർ ഈ ഫസ്റ്റ് ബസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? 50 km/h. ദാറ്റ് മീൻസ് 1 hourൽ 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അതല്ലേ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ 7 AM to 8 AM വരെ 1 hourൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? 50 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ഫസ്റ്റ് ബസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്കറിയാം 290 കിലോമീറ്റർ ആണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 240 കിലോമീറ്റർ ആണ് ഇനി റിമൈനിങ് ഉള്ളത് അല്ലെ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ബസ് ദാണ്ട് 8 AM ആയപ്പോ ഇവിടുന്ന്, സെക്കൻഡ് ബസ് 8 AM ആയപ്പോ ബിയിൽ നിന്ന് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു അല്ലെ? ദാറ്റ് ഈസ് 50 km/h 30 കിലോമീറ്റർ. ഇനി നമ്മുടെ സെയിം ടൈം ആയി മീറ്റിംഗ് ടൈം ഇക്വേഷൻ ഉപയോഗിക്കാം. മീറ്റിംഗ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എത്ര ഡിസ്റ്റൻസ്? ഇപ്പൊ 240 അല്ലെ? 240 ബൈ, ഓക്കെ, ഇനി എന്താ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓഫ് 50 പ്ലസ് 30 80, ദാറ്റ് ഈസ് 3 hours. അതായത് 8 AM കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് 3 hours കഴിയുമ്പം അവർ മീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 11 AM. ക്ലിയർ ആണോ? രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A thief steal a bike at 2:30 PM and drive at a speed of 80 km/h. Police came to know about the theft at 3:30 PM and start chasing him with a speed of 90 km/h. After how much kilometer police will catch the thief? ഒരു കള്ളൻ ഒരു ബൈക്ക് മോഷ്ടിച്ചു. അതായത് 2:30 PM ആയപ്പം എന്താണ്? ഒരു കള്ളൻ ഒരു ബൈക്ക് മോഷ്ടിച്ച് ഓടി. And he drive at a speed of 80 km/h. 80 km/h അയാൾ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓടുന്നത്. പോലീസ് came to know about the theft at 3:30 PM. 3:30 PM ആയപ്പം എന്താണ്? പോലീസ് വിവരം അറിഞ്ഞു അല്ലെ? സ്റ്റാർട്ട് ചേസിങ് ഹിം വിത്ത് സ്പീഡ് ഓഫ് 90 km/h. അയാളെ ചേസ് ചെയ്യാൻ തുടങ്ങി. എങ്കിൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പോലീസ് തീഫിനെ പിടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 2:30 PM ആയിരുന്നപ്പം തീഫ് ഇവിടെ ആയിരുന്നു. 3:30 PM ആയപ്പോഴാണ് പോലീസ് വരുന്നത്. അപ്പൊ 2:30 PM ആയപ്പം തീഫ് ഇവിടെ നിന്ന തീഫ് ഈ 3:30 വരെ എത്ര കിലോമീറ്റർ ഓടിക്കിട്ടുണ്ടാവും? 2:30 to 3:30 എന്ന് പറഞ്ഞാൽ എത്ര? 1 hour. ദാറ്റ് മീൻസ് 80 km/h. 1 hourൽ 80 km ട്രാവൽ ചെയ്യും അല്ലെ? അപ്പൊ ഈ ഒരു 80 km ട്രാവൽ ചെയ്ത് തീഫ് ഇപ്പൊ ഇവിടെ എത്തി 3:30 ആയപ്പം അല്ലെ? അതേ 3:30 ആയപ്പം പോലീസ് എവിടാ നിൽക്കുന്നത്? പോലീസ് ഇവിടെ അല്ലെ? പോലീസ് വിവരം അറിഞ്ഞ് ആ ഒരു സ്റ്റാർട്ട് ചേസിങ് ഹിം അല്ലെ? 90 km/h ഇവിടുന്ന് ചേസ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയായി അല്ലെ? തീഫ് ഡയറക്ഷൻ 80 km/h അങ്ങോട്ട് പോകുന്നു.
പോലീസ് 90 km/h അല്ലെ, അവർ സെയിം ഡയറക്ഷൻ ചേസ് ചെയ്യുക അല്ലെ, സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അവർ തമ്മിലുള്ള അകലം എന്താണ്? 80 km. അതായത് ആ ഒരു 1 hour കൊണ്ട് പോലീസ് തീഫ് 80 km ട്രാവൽ ചെയ്തു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 80 അല്ലെ. നമുക്ക് ആ ഇക്വേഷനിൽ ചെയ്യാമല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 80 ബൈ റിലേറ്റീവ് സ്പീഡ് എന്താണ്? സെയിം ഡയറക്ഷൻ ആണ് അല്ലെ. സോ മൈനസ് 90 മൈനസ് 80 10. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 8 hours. അതായത് 8 hours എടുക്കും പോലീസ് തീഫിനെ പിടിക്കാനായിട്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതല്ല. ആഫ്റ്റർ ഹൗ മച്ച് കിലോമീറ്റർ പോലീസ് വിൽ ക്യാച്ച് ദ തീഫ്? എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് പോലീസ് കള്ളനെ പിടിക്കുന്നത്? അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം എന്താ? 8 hours കഴിഞ്ഞിട്ടാണ് എന്ത് പോലീസ് കള്ളനെ പിടിക്കുന്നത്. അതായത് 3:30 അല്ലെ, 3:30 തൊട്ട് പോലീസ് ഓടാൻ തുടങ്ങി. 8 hours കഴിയുമ്പം എന്ത് പറ്റും? കള്ളനെ പിടിക്കും അല്ലെ. അപ്പം നമ്മൾക്ക് അത് നമുക്ക് ഇനി സോൾവ് ചെയ്താൽ പോരായോ? പോലീസ് പോകുന്ന സ്പീഡ് എത്രയാണ്? 90 km/h. പോലീസ് 90 km/h ഓടുന്നുണ്ട്. 8 hours കൊണ്ട് പിടിക്കുമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. 90 × 8 720 km. ക്ലിയർ ആണോ? സോ 720 km ട്രാവൽ ചെയ്തിട്ടാണ് പോലീസ് കള്ളനെ പിടിക്കുന്നത്. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നമ്മളെടുത്തിപ്പം വേറെ രീതി ചോദിക്കും. നമ്മൾ പറഞ്ഞു പോലീസ് 8 hours ഓടിയിട്ടാണ് കള്ളനെ പിടിച്ചത്. ഓക്കെ, ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, തീഫ് എത്ര hours ഓടിയിട്ടാണ് പിടിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എത്ര hours ആണ്? 8ഉം പിന്നെ ഒരു 1ഉം അല്ലെ. 2:30 to 3:30 വരെ ഓടിയ ഒരു 1ഉം പ്ലസ് ഈ 8ഉം കൂടെ ചേർത്ത് 9 hours ഓടിക്കഴിഞ്ഞിട്ടാണ് തീഫിനെ പിടിക്കുന്നത്. ക്ലിയർ ആണോ? അത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആവറേജ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻസ് പറഞ്ഞുതരാം. നോക്കിയേ, ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഒരു കണ്ടീഷനും ഇല്ലാതെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2s1 s2 ബൈ s1 പ്ലസ് s2. അതായത് രണ്ട് സ്പീഡുകൾ തന്നിട്ട്, രണ്ട് ഈക്വൽ ഡിസ്റ്റൻസിന്റെ സ്പീഡുകൾ തന്നിട്ട്, ക്ലിയർ ആണോ? 2 ഈക്വൽ ഡിസ്റ്റൻസിന്റെ സ്പീഡുകൾ തന്നിട്ട് ആവറേജ് സ്പീഡ് ചോദിച്ചാൽ 2s1 s2 ബൈ s1 പ്ലസ് s2 പഠിച്ചു വെച്ചേക്കാം. ഒരു കണ്ടീഷനും ഇല്ലാതെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ 2 ഈക്വൽ ഡിസ്റ്റൻസസിന്റെ സ്പീഡുകൾ തന്നാൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? 2s1 s2 ബൈ s1 പ്ലസ് s2. ഓക്കെ ആണോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ ട്രാവൽസ് ഫസ്റ്റ് 80 km in 2 hours, next 150 km at 30 km/h, and last 3 hours at 50 km/h. Find the average speed. എന്താണ്? ഒരാൾ ഒരു 80 km 2 hours കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. നെക്സ്റ്റ് 150 km 30 km/h സ്പീഡിൽ പോകുന്നു. ലാസ്റ്റ് 3 hours 50 km/h പോകുന്നു അല്ലെ. 3 കേസ് ആയിട്ട് പറയുന്നു. ഇവിടെ കണ്ടീഷൻ ആയത് ഡിസ്റ്റൻസ് സെയിം ഒന്നുമല്ല. അപ്പൊ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. 3 കേസിലെയും ഡിസ്റ്റൻസ് ആഡ് ചെയ്യുക, 3 കേസിലെയും ടൈം ആഡ് ചെയ്യുക. ഫസ്റ്റ് കേസിലെ ഡിസ്റ്റൻസ് 80, സെക്കൻഡ് കേസിലെ ഡിസ്റ്റൻസ് 150, ആൻഡ് തേർഡ് കേസിലെ ഡിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്നതാണ് സ്പീഡും ടൈമുമാണ്. സോ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു സ്പീഡും ടൈം 50 × 3 150 അല്ലെ. തേർഡ് കേസിലെ ഡിസ്റ്റൻസ് 150. സോ ഇവിടെ 150 ബൈ ഫസ്റ്റ് കേസിലെ ടൈം എന്താ? 2. സെക്കൻഡ് കേസിലെ ടൈം തന്നിട്ടില്ല അല്ലെ. ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. സോ ടൈം, സെക്കൻഡ് കേസിലെ ടൈം വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ. 150 ബൈ 30 that is 5 hours. ഓക്കെ, സോ 5. ആൻഡ് തേർഡ് കേസിലെ ടൈം 3. സോൾവ് ചെയ്താൽ പോരായോ? 150 പ്ലസ് 150 300, 380 അല്ലെ. 380 ബൈ 5 പ്ലസ് 5 10. That is 38
ആവറേജ് സ്പീഡ് ആണല്ലേ, സോ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ, 38 കിലോമീറ്റർ പെർ അവർ. സോ ഒരു കണ്ടീഷനും ഇല്ലാതെ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man travels from A to B at 20 km per hour and comes back from B to A at 30 km per hour. Find his average speed of the whole journey. ഒരാള് എയിൽ നിന്ന് ബിയിലേക്ക് അങ്ങോട്ട് 20 കിലോമീറ്റർ പെർ അവറിൽ പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 30 കിലോമീറ്റർ പെർ അവറിൽ പോയി. ഓക്കെ ആണല്ലോ, എങ്കിൽ ആവറേജ് സ്പീഡ്. ഇവിടെ എന്ത് കണ്ടീഷനാ? ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. എന്താണ് അവിടെ? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ, ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2s1 s2 by s1 plus s2. So 2 into 20 into 30 by 20 plus 30 അല്ലെ. ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുക, ഓഫീസിൽ നിന്ന് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്താൽ പോരായോ? സോ 2 into 20 into 30 by 50. കട്ട് ചെയ്യാം, ഇതിവിടെ കട്ട് ചെയ്താൽ 4 ആയി. That is 8 into 3, 24 kilometer per hour. Okay ആണോ? 24 kilometer per hour ആവറേജ് സ്പീഡ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man travels from his house to office at 40 km per hour and back to his house at 60 km per hour. If he takes 5 hours for the whole journey, find the distance between A and B. എന്താണ്? എ ഒരാള് ഹൗസിൽ നിന്ന് ഓഫീസിലേക്ക് അല്ലെ 40 കിലോമീറ്റർ പെർ അവറിൽ പോയി, തിരിച്ച് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ, 60 കിലോമീറ്റർ പെർ അവറിൽ പോയി. Then if he takes 5 hours for the whole journey അല്ലെ, ടോട്ടൽ ടൈം ഒക്കെ നൽകുന്നത്. അപ്പൊ ഈ ഒരു കീവേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് സ്പീഡിന്റെ കൺസെപ്റ്റ് എടുക്കാൻ ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. എന്താ? 2 into 40 into 60 by 40 plus 60. ഓക്കെ ആണോ? 2 into 40 into 60 by 100. ഓക്കെ, സീറോസ് കട്ട് ചെയ്താൽ 8 into 6 48 അല്ലെ, 48 കിലോമീറ്റർ പെർ അവർ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. പിന്നെ തന്നേക്കുന്നത് എന്താ? ഇഫ് ഹി ടേക്സ് 5 hours ഫോർ ദ ഹോൾ ജേർണി, ടോട്ടൽ ടൈം 5 hours തന്നിട്ടുണ്ട് അല്ലെ. ജേർണിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 5 hours. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നമുക്ക് ആവറേജ് സ്പീഡിന് ഒരു ഇക്വേഷനും കൂടെ അറിയാം. എന്താ ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷൻ കൂടെ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അത് നമുക്കറിയാം. ആവറേജ് സ്പീഡ് 48, ദെൻ ടോട്ടൽ ടൈം 5. ഇനി ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തിടണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 2AB ഇടാൻ മറക്കരുത്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഡിസ്റ്റൻസ് എന്നിട്ട് കൊടുത്താൽ നമുക്ക് എന്താ ആൻസർ വരുമെന്ന് അറിയാം? 48 into 5 അല്ലെ, 240 എന്ന് വരും. പക്ഷെ നമുക്ക് വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? എയും ബിയും തമ്മിലുള്ള അകലം മതി അല്ലെ. എയും ബിയും തമ്മിലുള്ള അകലം ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതിയേ വരുന്നുള്ളൂ അല്ലെ. ക്ലിയർ ആണോ? അതുകൊണ്ട് അത് മറന്നു പോകരുത്. ടോട്ടൽ ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലോട്ട്, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട്, അല്ലെങ്കിൽ ഹൗസിൽ നിന്ന് ഓഫീസിലേക്ക്, തിരിച്ച് ഓഫീസിൽ നിന്ന് ഹൗസിലേക്ക്. എ ബി ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ 2D, ഡി ആണ് ഹൗസും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഡി ആണെങ്കിൽ ഇവിടെ എന്ത് പറയണം? 2D എന്ന് പറയണം. ക്ലിയർ ആണോ? സോ 2D വിൽ ബി ഈക്വൽ ടു 240, that is D will be equal to 120 kilometer. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആൻസർ 120 വരും. അപ്പൊ ഓപ്ഷൻ കണ്ട 2 ഓപ്ഷനും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ്. നമ്മളോട് ടോട്ടൽ ഇപ്പം ഹാഫ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹാഫ് ഡിസ്റ്റൻസ് എന്ന് വെച്ചായിരുന്നു ക്വസ്റ്റ്യൻ തന്നെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാൽ അത് തന്നെ കണ്ടുപിടിക്കും അല്ലെ. അവർ തമ്മിൽ ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര വെച്ചാൽ ആ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷനകത്ത് ഇടുന്നത്. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് എയും ബിയും തമ്മിലുള്ള അകലം മാത്രമാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A and B travel the same distance at a speed of 9 km per hour and 10 km per hour respectively. If A takes 36 hours more than B, find the distance traveled by each. എയും ബിയും സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു വിത്ത് എ സ്പീഡ് അല്ലെ. സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 9 കിലോമീറ്റർ പെർ അവറും സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പെർ അവറുമാണ്. If A takes 36 minutes more than B എന്ന് പറഞ്ഞാൽ എന്താണ്? 36 മിനിറ്റ് കൂടുതൽ എടുക്കും A. That means ടൈം ഓഫ് എ മൈനസ് ടൈം ഓഫ് ബി എന്ന് പറഞ്ഞല്ലേ ഈ 36 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ് 36 മിനിറ്റ് അല്ലെ. ടൈമിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡി ബൈ 9 മൈനസ് ഇതിന്റെ ടൈം ഓഫ് ബി എന്താ? അതേ ഡി തന്നെ, ഡി ബൈ 10 ഈക്വൽ ടു ഈ 9 10 ഒക്കെ കിലോമീറ്റർ പെർ അവറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 36 മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? അവറിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ 36 ബൈ എന്താ? നമുക്കറിയാം 1 അവർ ഈക്വൽ ടു 60 മിനിറ്റ്. So 1 minute will be equal to 1 by 60 hour. So 36 by 60. ഇനി ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 10d minus 9d by 90 equal to 36 by 60. 0 0 കട്ട് ചെയ്തു, ഇതിവിടെ കട്ട് ചെയ്തു 6. So d will be equal to 9 into 6 54 kilometer. ഓക്കെ ആണോ? സോ ഓപ്ഷൻ എ 54 കിലോമീറ്റർ. അപ്പൊ ടൈം ഡിഫറൻസ് തന്നേക്കുന്നത്, ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.